വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ഒരു രക്ഷയ്ക്കായിട്ട് ഇത് വെച്ചോ എന്നും പറഞ്ഞ് തോക്ക് വിഷ്ണു രാജ്യമ്മയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അന്നേരം ഇതിൻ്റെയൊന്നും യാതൊരു ആവശ്യവുമില്ല മോനെ, ഈ കാട്ടുവഴികളൊക്കെ രാജ്യമ്മയ്ക്ക് പരിചിതമാണ്. കാട്ടാനയും കരടികളും വന്യമൃഗങ്ങളും ഒന്നും രാജ്യമ്മ ഒന്നും ചെയ്യില്ല എന്നൊക്കെ പറയുമ്പോൾ കാട്ടിലുള്ള മൃഗങ്ങളെ അല്ല പേടിക്കേണ്ടത്, നാട്ടിലുള്ള ഇരുകാലി മൃഗങ്ങളെയാണ് പേടിക്കേണ്ടത്. പിന്നെ രാജ്യമ്മയ്ക്ക് ആരും ഇല്ല എന്നൊരു തോന്നൽ വേണ്ട. ശാരദാമ്മയ്ക്കുള്ളത് പോലെ കരുത്തനായ ഒരു മകൻ, ഈ ഒരു മകൻ രാജ്യമ്മയ്ക്ക് ഉണ്ടെന്ന് കൂട്ടിക്കോ. രാജ്യമ്മയ്ക്ക് ഒരു പേടി തോന്നിയാൽ ഈ മകൻ ഇവിടെ പറന്നെത്തും എന്നിങ്ങനെ സ്നേഹത്തോടെ പറഞ്ഞിട്ട് ആ തോക്ക് കൈകളിലേക്ക് വെച്ചുവിടുകയാണ്. അന്നേരം കണ്ണീരൊക്കെ വരുന്നുണ്ട് രാജ്യമ്മയ്ക്ക്. രാജ്യമ്മ അത് വാങ്ങിക്കുകയും ചെയ്യുകയാണ്. തുറന്ന് അവരവിടെ നിന്നും പുറപ്പെടുന്നുണ്ട്. ഇതേസമയം സുസ്മിതയെ ഫോറൻസിക് ലാബിലേക്ക് ജീപ്പിൽ കൊണ്ടുവരികയാണ് ശ്രീരഞ്ജിനിയും പോലീസുകാരും ചേർന്ന്. അതേസമയം ആ ഫോറൻസിക് ലാബിൽ താഴെ കാത്തു നിൽക്കുകയാണ് ഒരു കോൺസ്റ്റബിളും ചന്ദ്രബോസും കൂടി. അന്നേരം കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രബോസ് വേളം വയ്ക്കുകയാണ്. അന്നേരം 10 മണിക്കല്ലേ സാർ പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ വരും, ആ മണിയാകുന്നതേ ഉള്ളൂ എന്ന് പറയുകയാണ്. തുടർന്ന് കോൺസ്റ്റബിൾ ചോദിക്കുന്നുണ്ട്, സാർ ഈ നുണപരിശോധന എങ്ങനെയാണ്? ഞാൻ TV-യിലും സിനിമയിലും ഒക്കെ കണ്ടിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ തനിക്കിപ്പോൾ തന്നെ കാണണമെന്നും പറഞ്ഞ് ചന്ദ്രബോസ് ദേഷ്യപ്പെടുകയാണ്. അന്നേരം സോറി എന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. ഈ സമയത്ത് ശ്രീരഞ്ജിനി സുസ്മിതയും കൂട്ടി എത്തുകയാണ്. അന്നേരം ചന്ദ്രബോസ് കാത്തു നിന്ന് മുഷിഞ്ഞു ഒന്ന് ചോദിക്കുകയാണ്. തുടർന്ന് സുസ്മിതയെ ഒരു കോൺസ്റ്റബിൾ ഇങ്ങോട്ട് ഇറക്കുമ്പോൾ വിഷമത്തോടു ചന്ദ്രബോസ് നോക്കുന്നുണ്ട്. എൻ്റെ ചേട്ടൻ്റെ മകളാണല്ലോ സുസ്മിത. അന്നേരം സ്ഥലം CAയുടെ പ്രസൻസ് വേണമെന്ന് പറഞ്ഞിരുന്നല്ലോ, അതാണ് വന്നത് എന്നിങ്ങനെ ചന്ദ്രബോസ് പറയുമ്പോൾ സ്ഥലം CA അതോ ചിറ്റപ്പനോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം ചന്ദ്രബോസ് ഇങ്ങനെ സുസ്മിതയെ നോക്കുകയാണ്. ചിറ്റപ്പനാണെന്ന് ആരോടും പറയരുതെന്നാണല്ലോ ചന്ദ്രബോസ് പറഞ്ഞിരുന്നത്. അന്നേരം ഞാൻ ചിറ്റപ്പനാണ് എന്നുള്ളതൊക്കെ ശരി തന്നെ, പക്ഷേ ഡ്യൂട്ടിക്കിടയിൽ ചന്ദ്രബോസിന് സ്നേഹബന്ധങ്ങളൊന്നുമില്ല, തികച്ചും സത്യസന്ധനായ ഒരു പോലീസ് ഓഫീസറാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞ് തൻ്റെ ഭാഗം ക്ലിയർ ചെയ്യുകയാണ്. അന്നേരം സുസ്മിത ഈ സ്റ്റേഷനിൽ ചാർജ് എടുത്ത് ഒരാഴ്ചക്കകം സുസ്മിതയ്ക്ക് ഒരു പ്രശ്നമുണ്ടായപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആയിട്ട് 36 കോളുകളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് ചിറ്റപ്പൻ കൊച്ചുമോളുടെ ഉണ്ടോ, ഉറങ്ങിയതോ, വിവരങ്ങളൊക്കെ അറിയാനാണോ വിളിച്ചതെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ചന്ദ്രബോസ് ഒരു നിമിഷം പതറുന്നുണ്ട്. പക്ഷേ എന്നിട്ട് മുഖത്ത് നോക്കി തന്നെ കള്ളം പറയുകയാണ്. അത് തികച്ചും പേഴ്സണലാണ്, മാഡത്തിന് വേണമെങ്കിൽ പരിശോധിക്കാമെന്ന് പറയുന്നുണ്ട്. അന്നേരം പിന്നെ ശ്രീരഞ്ജിനി പറയുകയാണ്, കോൾ ഡീറ്റെയിൽസ് എടുക്കാനായിട്ട് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും 10 മിനിറ്റ് പോലും സമയം വേണ്ടാന്ന് അറിയാമല്ലോ എന്ന് ശ്രീരഞ്ജിനി ചോദിക്കുമ്പോൾ വീണ്ടും ചന്ദ്രബോസ് അങ്ങ് വച്ച കള്ളം പറയുന്നുണ്ട്. ഡീറ്റെയിൽസ് എടുക്കണം മാഡം, എന്നെ ഇങ്ങനെ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തരുത്. പിന്നെ മാഡത്തിന് വിശ്വാസമില്ലാന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്നെ എങ്ങോട്ടെങ്കിലും ട്രാൻസ്ഫർ ആക്കിയൊക്കെ എന്നൊക്കെ അങ്ങ് മുഖത്തോക്കി പറയുമ്പോൾ ശ്രീരഞ്ജിനി അത് വിശ്വസിച്ച പോലെ കാണിക്കുകയാണ്. ഞാൻ ആരെയും ട്രാൻസ്ഫർ ചെയ്യാനും കോൾ ഡീറ്റെയിൽസ് എടുക്കാനൊന്നും പോകുന്നില്ല. ഈ പിന്നെ അന്വേഷണത്തിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ശ്രീരഞ്ജിനി ആയിരിക്കുന്നിടത്തോളം കാലം ഏത് ചിറ്റപ്പനോ കുഞ്ഞമ്മയോ ആരിടപെട്ടാലും സത്യം ഞാൻ തെളിയിച്ചിരിക്കും എന്ന് ശ്രീരഞ്ജിനി ഉറപ്പോടെ പറയുകയാണ്. ഈ സമയത്ത് ശ്രീരഞ്ജിനിക്ക് ഒരു ഫോൺ കോൾ വരികയാണ്. അന്നേരം പറയൂ സാർ എന്ന് പറഞ്ഞ് കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ഇങ്ങോട്ട് വാന്ന് ചന്ദ്രബോസ് സുസ്മിതയെ നോക്കി കണ്ണു കാണിക്കുക. അന്നേരം മാഡം എന്നിങ്ങനെ പറയുമ്പോൾ ഇങ്ങോട്ട് വാടിയെന്നും പറഞ്ഞ് സുസ്മിതയെ പിടിച്ച് വലിച്ചുകൊണ്ട് ആ ലാബിനകത്തേക്ക് ചന്ദ്രബോസ് പോവുകയാണ്. പക്ഷേ ഫോൺ ചെയ്യുന്നുണ്ടെങ്കിലും ശ്രീരഞ്ജിനി അത് ശ്രദ്ധിക്കുന്നുണ്ട്. തുടർന്ന് ഒരു ഓഫീസ് മുറിയിലേക്ക് ചന്ദ്രബോസ് കൊണ്ടുപോവുകയാണ് സുസ്മിതയെ. അന്നേരം ചിറ്റപ്പൻ എന്താ ഇവിടെയും ചോദിക്കുമ്പോൾ നിന്റെ കാര്യങ്ങളിൽ പിന്നെ എനിക്ക് ഇടപെടാതിരിക്കാനായിട്ട് പറ്റുമോ? നീ എന്തൊക്കെ കാണിച്ചു കൂട്ടിയത്? കിഡ്നാപ്പിംഗ് നാടകമോ? അതൊക്കെ എന്തിനായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അതൊരു പെർഫെക്റ്റ് പ്ലാൻ ആയിരുന്നു, അതിൻ്റെ ഇടയിൽ ശാലിനി വന്ന് കയറി എല്ലാം നശിപ്പിച്ചു എന്നൊക്കെ പറയുകയാണ്. അന്നേരം അതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടായി? ഇപ്പോൾ നിന്റെ ചിറ്റപ്പൻ ഞാനാണെന്ന് ഇവർ മൊത്തം അറിഞ്ഞില്ലേ? പിന്നെ കിഡ്നാപ്പ് ചെയ്ത് നുണപരിശോധനയിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് ഒളിവിൽ കഴിയാനായിരുന്നോ നിന്റെ പ്ലാൻ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം എല്ലാവരുടെയും മുമ്പിൽ അതൊരു കിഡ്നാപ്പ് ആയിരുന്നെങ്കിലും ചോദിക്കുമ്പോൾ എന്തായാലും അതൊക്കെ പൊളിഞ്ഞില്ലേ, ഇനി എന്താ നിന്റെ പ്ലാൻ എന്ന് ചോദിക്കുകയാണ്. അന്നേരം സുസ്മിത എങ്ങ് കരയുകയാണ്, കണ്ണീരൊക്കെ എങ്ങ് കുടുകൂടാ ഒലിക്കുന്നുണ്ട്. ഇനി എന്ത് പ്ലാൻ? ഞാൻ തീർന്നു. ഫാമാൻറ്റി ആണെങ്കിൽ എൻ്റെ ചെവിക്കുറ്റിക്ക് അടിച്ച് വീട്ടിൽ നിന്നും പുറത്താക്കി. ഇനി നുണപരിശോധനയുടെ ആവശ്യമൊന്നുമില്ല, നേരെ എങ്ങ് കുറ്റസമ്മതത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ, നേരെ എങ്ങ് സെൻട്രൽ ജയിലിലേക്ക് പോകാം, എനിക്ക് തൂക്കുകയറ് തന്നെ കിട്ടുമെന്നും പറഞ്ഞങ്ങ് കൈ മുഖത്തേക്ക് പൊത്തി എങ്ങ് സുസ്മിത വാവിട്ട് കരയുകയാണ്. അന്നേരം അത് കാണുമ്പോൾ ചന്ദ്രബോസിന് വിഷമം തോന്നുന്നുണ്ട്. എടി വിഷമിക്കാതെ, നിന്നെ ഇതിൽ നിന്ന് ഞാൻ രക്ഷിക്കാനായിട്ട് എന്തെങ്കിലും വഴി കണ്ടെത്താമെന്ന് നിനക്ക് ഞാൻ വാക്ക് തന്നിരുന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് പോക്കറ്റിൽ നിന്ന് ഒരു ടാബ്ലറ്റ് എടുക്കുകയാണ്. അത് സുസ്മിതയ്ക്ക് നേരെ നീട്ടിയിട്ട് ഇത് കഴിച്ചിട്ട് ധൈര്യമായിട്ട് നീ നുണപരിശോധനയ്ക്ക് പങ്കെടുത്തോ, നീ ഇവിടെ നിന്ന് നേരെ നിന്റെ ഫാമാൻറ്റിയുടെ വീട്ടിലേക്ക് തന്നെ പോകും, ഞാൻ നിന്നെ രക്ഷിക്കുമെന്ന് പറയുകയാണ്. അന്നേരം എന്താ ഇതെന്ന് സുസ്മിത ചോദിക്കുന്നുണ്ട്.
അന്നേരം ചന്ദ്രബോസ് പറയുന്നുണ്ട് നുണപരിശോധനയിൽ പോളിഗ്രാം ടെസ്റ്റിൽ രക്തസമ്മർദ്ദവും ഹാർട്ട് ബീറ്റും പൾസ് റേറ്റും മാനസിക സമ്മർദ്ദവും ഒക്കെ കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യും. ആ ഒരു ലെവൽ അനുസരിച്ചാണ് പറയുന്നത് നുണയാണോ സത്യമാണോ എന്നൊക്കെ മനസ്സിലാക്കുന്നത്. ഈ ടാബ്ലറ്റ് കഴിച്ചാൽ നീ തികച്ചും നോർമലായിരിക്കും, നിന്റെ ഹാർട്ട് ബീറ്റിനോ പൾസ് റേറ്റിനോ ഒന്നും യാതൊരു വ്യത്യാസവും ഉണ്ടാകില്ല എന്ന് പറയുകയാണ്. അന്നേരം എന്ന് വെച്ചാൽ എന്നും പറഞ്ഞ് സുസ്മിത വീണ്ടും ചോദിക്കുകയാണ്. അന്നേരം എടി ഇത് നോർമലായിരിക്കും, നീ പറയുന്നത് നുണയാണെന്ന് മനസ്സിലാകില്ല, നീ നോർമലായിട്ട് തന്നെ സാധാ കണക്ക് തന്നെ സംസാരിക്കും, ഒരു വ്യത്യാസവും നിന്റെ ശരീരഭാഗത്ത് ഉണ്ടാകില്ല എന്ന് പറയുമ്പോൾ സുസ്മിതയ്ക്ക് വിശ്വാസമാവുകയാണ്. അന്നേരം കണ്ണീരൊക്കെ തുടച്ചിട്ട് അത് വാങ്ങിക്കുകയാണ്. സുസ്മിത വാങ്ങിച്ചിട്ട് താങ്ക്സ് എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ചന്ദ്രബോസ് വീണ്ടും പറയുകയാണ്, നിന്റെ ഫാമാൻറ്റി പറഞ്ഞതുപോലെ നീ ഇന്നുകൂടെ പരിശോധനയ്ക്ക് തയ്യാറായി, അതിൽ നീ പറയുന്ന സത്യമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് പിന്നെ ആ വീട്ടിലേക്ക് കയറാമല്ലോ, പെട്ടെന്ന് അത് കഴിച്ചിട്ട് വാ, അതിപ്പോൾ നിന്നെ വിളിക്കുമെന്നും പറഞ്ഞ് ചന്ദ്രബോസ് പോകാൻ തുടങ്ങുമ്പോൾ രോഹിത്തിൻ്റെ കാര്യം എന്തായാലും ചോദിക്കുന്നുണ്ട്. അന്നേരം അതൊക്കെ വിശദമായിട്ട് പറയാനുള്ളതാണ്, തൽക്കാലം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാമെന്ന് ചന്ദ്രബോസ് പറയുന്നുണ്ട്. തുടർന്ന് സുസ്മിത ആ ഗുളിയും പൊക്കി പിടിച്ചുകൊണ്ട് ദൈവം ടാബ്ലറ്റിന്റെ രൂപത്തിൽ അവതരിച്ചിരിക്കുകയാണല്ലോ, കലിയുഗമല്ലേ, അങ്ങനെയും സംഭവിക്കാമെന്നും പറഞ്ഞ് അവിടെ ഇരുന്ന് അതിൽ നിന്നും വെള്ളമൊക്കെ എടുത്ത് കുടിച്ച് ഒരു ഗുളിക കഴിക്കുകയാണ്. എന്നിട്ട് അതിൽ ഒന്നുകൂടി ഉണ്ടായിരുന്നു, ഒന്നായിട്ട് എന്തിനാ ബാക്കി വെച്ചിരിക്കുന്നത്, ഒന്നുകൂടി കഴിച്ചാൽ ഫലം കൂടുകയല്ലേ ഉള്ളൂ എന്നും പറഞ്ഞ് 2 ഗുളിക സുസ്മിത കഴിക്കുന്നുണ്ട്. എന്നിട്ട് കഴിഞ്ഞതിന് ശേഷം അലക്ഷ്യമായിട്ട് ആ ഗുളികയുടെ കവറ് അങ്ങ് അവിടെ തന്നെ തറയിലേക്ക് അങ്ങ് എറിയുകയാണ്. പക്ഷെ സുസ്മിത അതിനി ഒരു തെളിവായിട്ട് വരിക തന്നെ ചെയ്യും. സുസ്മിത ശ്രദ്ധിക്കുന്നില്ല, അലക്ഷ്യമായിട്ടങ്ങ് എറിയുന്നുണ്ട്. ഈ കറക്റ്റ് സമയത്ത് കോൺസ്റ്റബിൾ വന്ന് സുസ്മിത എന്ന് വിളിക്കുകയാണ്. നേരം സുസ്മിത ആദ്യം ഒന്ന് പേടിച്ചിട്ട് ഭാഗ്യം ഒരു കണ്ടില്ലെന്ന് തോന്നുന്നു എന്നും പറഞ്ഞ് നിൽക്കുമ്പോൾ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും റെഡിയാണെന്നും പറഞ്ഞ് ആ കോൺസ്റ്റബിളിന്റെ കൂടെ സുസ്മിത നുണപരിശോധനയ്ക്ക് പോവുകയാണ്. തുടർന്ന് ചന്ദ്രബോസിനോട് സുസ്മിത എവിടെയെന്ന് ശ്രീരഞ്ജൻ ചോദിക്കുമ്പോൾ ഇപ്പോൾ വരും മേഡം, അവൾ കുറച്ച് വെള്ളം കുടിക്കാൻ പോയെന്ന് പറയുമ്പോൾ ഇത്രയും നേരം വെള്ളം കുടിക്കാനായിട്ട് അവൾ ആനയൊന്നും അല്ലല്ലോ എന്നും പറഞ്ഞ് ശ്രീരഞ്ജിന് ദേഷ്യപ്പെടുകയാണ്. ഈ സമയത്ത് സുസ്മിത ആ റൂമിലേക്ക് എത്തുന്നുണ്ട്. തുടർന്ന് ശ്രീരഞ്ജിനെ അങ്ങോട്ടിരിക്കാനായിട്ട് ഒരു ചെയർ ചൂണ്ടി കാണിക്കുകയാണ്. സുസ്മിത അവിടേക്ക് ഇരിക്കുമ്പോൾ ആ ഓഫീസേഴ്സിനോട് തുടങ്ങാമല്ലേ എന്ന് ശ്രീരഞ്ജിന് ചോദിക്കുന്നുണ്ട്. തുടർന്ന് ആ ഒരു ലേഡി ഓഫീസർ സുസ്മിതയുടെ വയറിലേക്കും കൈയിലേക്കും തലയിലേക്കുമൊക്കെ ഓരോ ഉപകരണങ്ങൾ ഘടിപ്പിക്കുകയാണ്. തുടർന്ന് പ്രഷറിൻ്റെ അതൊക്കെ വയ്ക്കുന്നുണ്ട്, ഹാർട്ട് ബീറ്റ് നോക്കാനുള്ളതൊക്കെ കയ്യിലേക്ക് ക്ലിപ്പ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. തുടർന്ന് ആ കമ്പ്യൂട്ടറിലേക്ക് നോക്കുമ്പോൾ എല്ലാം ഓക്കെ അല്ലേ എന്ന് വേറൊരാളോട് ചോദിക്കുമ്പോൾ ഇത് നോർമൽ പൾസ് റേറ്റും ഹാർട്ട് ബീറ്റുമാണെന്ന് അയാൾ പറയുന്നുണ്ട്. തുടർന്ന് സുസ്മിത ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം പറഞ്ഞ് നുണപരിശോധന അവിടെ ആരംഭിക്കുകയാണ്. പക്ഷേ സുസ്മിതയാണെങ്കിൽ നല്ല ആത്മവിശ്വാസത്തിൽ നിൽക്കുകയാണ്. 1 2 ഗുളികയല്ലേ കഴിച്ചിരിക്കുന്നത്, ഒരു പ്രശ്നവും ഉണ്ടാകില്ല എന്നും പറഞ്ഞ് സുസ്മിത ഇരിക്കുകയാണ്. തുടർന്ന് ശ്രീരഞ്ജിനി പറയുകയാണ്, ഇവിടെ നിന്നാണ് നിനക്കിനി പുറം ലോകം കാണണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത്, ഉള്ളതുപോലെ പറയണമെന്നൊക്കെ പറയുമ്പോൾ സുസ്മിത അഹങ്കാര ഭാവത്തിൽ ഇരിക്കുകയാണ്. ഇത്രയും ബിൽഡപ്പിൻ്റെ ആവശ്യമൊന്നും ഇല്ല, മാഡത്തിന് ചോദിക്കാനുള്ളതൊക്കെ ചോദിക്കാം, അതിനൊക്കെ ഞാൻ മറുപടി തന്നതുമാണ്. മാഡം എന്നെ ജയിലിൽ ഇടാനായിട്ട് നോക്കുന്നു, അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് ഞാനും ഒന്ന് നോക്കട്ടെ എന്ന് സുസ്മിത പറയുകയാണ്. എന്നിട്ട് ഇങ്ങനെ ചന്ദ്രബോസിനെ നോക്കുന്നുണ്ട്. എന്നിട്ട് ചന്ദ്രബോസ് ഇങ്ങനെ ചിരിച്ച് തല കുലുക്കി കാണിക്കുകയാണ്. അന്നേരം ഇതിപ്പോൾ ഏതോ തീവ്രവാദികളെ സാഹസികമായിട്ട് പിടിച്ച പോലെയുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ടല്ലോ എന്നും പറഞ്ഞ് അവർക്ക് ഇങ്ങനെ പൊക്കിക്കാട്ടി സുസ്മിത ഇരിക്കുകയാണ്. അത്രയ്ക്ക് ആത്മവിശ്വാസം വേണ്ട സുസ്മിതയെ നമുക്ക് തുടങ്ങാമെന്ന് ശ്രീരഞ്ജിനി പറയുന്നുണ്ട്. തുടർന്ന് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമായിട്ട് ഉത്തരം നൽകണം, എന്താ നിന്റെ പേരെന്ന് ചോദിക്കുകയാണ്. അന്നേരം സുസ്മിത ഒന്നും മിണ്ടാൻ നിൽക്കുകയാണ്. അന്നേരം മറുപടി പറയുമ്പോൾ അത് നിങ്ങൾക്ക് അറിയില്ലേന്ന് ചോദിക്കുകയാണ്. അന്നേരം ചോദ്യം ഇങ്ങോട്ട് വേണ്ട, അങ്ങോട്ടാണ് ചോദ്യം, മറുപടി പറയടി എന്ന് പറയുന്നുണ്ട് ദേഷ്യത്തോടെ. അന്നേരം സുസ്മിത എന്ന് പറയുന്നുണ്ട്. തുടർന്ന് അച്ഛൻ്റെ അമ്മയുടെ പേരൊക്കെ ചോദിക്കുന്നു. അന്നേരം രാജശേഖരൻ സർല എന്നൊക്കെ പറയുമ്പോൾ ഭർത്താവിൻ്റെ പേരും ചോദിക്കുമ്പോൾ ഒരു നിമിഷം നോക്കിയിട്ട് രോഹിത് എന്ന് പറയുകയാണ്. പക്ഷേ സുസ്മിതയ്ക്കാണെങ്കിൽ ഒരു ഭാവ വ്യത്യാസമില്ല. ശ്രീരഞ്ജിനി ആ സ്ക്രീനിലേക്കും സ്ക്രീൻ നോക്കുന്ന ആളിനോടും ഒക്കെ ഇങ്ങനെ നോക്കുകയാണ്. പക്ഷെ അതിലൊന്നും യാതൊരു വ്യത്യാസവും തോന്നുന്നില്ല, ഹാർട്ട് ബീറ്റിലും പൾസ് റേറ്റിലും ഒക്കെ. തുടർന്ന് നീ എന്തിനാ രോഹിത്തിനെ കൊന്നതെന്ന് ചോദിക്കുകയാണ്. അന്നേരം ഞാൻ രോഹിത്തിനെ കൊന്നിട്ടൊന്നും ഇല്ല എന്ന് സുസ്മിത കൂളായിട്ട് പറയുന്നുണ്ട്. അന്നേരം അതിന് ഞങ്ങളുടെ കയ്യിൽ തെളിവുണ്ടെങ്കിലോ എന്ന് ശ്രീരഞ്ജിനി ചോദിക്കുകയാണ്. അന്നേരം തെളിവുണ്ടെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കണം, കോടതിയിൽ ഹാജരാക്കണം, പിന്നെ ഈ പ്രഹസനമൊക്കെ എന്തിനാണ് മാഡം കാണിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. ചോദ്യം അങ്ങോട്ട് പാടില്ലെന്നല്ലേ പറഞ്ഞത്, എന്നാലും ഞാൻ ചോദിക്കുകയാണെങ്കിൽ പിന്നെ അറസ്റ്റ് ചെയ്തിവിടെ ചോദിക്കുമ്പോൾ മിണ്ടാതിരിയെന്നും പറഞ്ഞ് നിർത്തടിയെന്നും പറഞ്ഞ് മേശപ്പുറത്ത് ഇങ്ങനെ തട്ടിയിട്ട് സുസ്മിതയ്ക്ക് നേരെ ഷൗട്ട് ചെയ്യുകയാണ് ശ്രീരഞ്ജിനെ. തുടർന്ന് ഒന്ന് കൂളായിട്ട് ശ്രീരഞ്ജിനി പറയുന്നുണ്ട്, രോഹിത്തിനെ നീ കൊക്കയിൽ നിന്നും സൂയിസൈഡ് പോയിന്റിൽ നിന്നും താഴേക്ക് തള്ളിയിടുന്നത് പ്രീതി കണ്ടിരുന്നു എന്ന് പറയുമ്പോൾ അതിന് ഞാൻ രോഹിത്തിനെ താഴേക്ക് തള്ളിയിട്ടില്ലല്ലോ എന്ന് വീണ്ടും കൂളായിട്ട് സുസ്മിത പറയുമ്പോൾ ശ്രീരഞ്ജിനി ആ സ്ക്രീനിലേക്ക് ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ അതിൽ വ്യത്യാസം വരുന്നില്ല. അന്നേരം ശ്രീരഞ്ജിനി ഒന്ന് മയപ്പെട്ടിട്ട് ഓക്കെ ശരി, നീ രോഹിത്ത് വീണ ശേഷം വിഷ്ണുവിനെയും ശാലിനിയെയും അറിയിക്കാനായിട്ട് പോയപ്പോൾ പ്രീതിയെ നീ തടഞ്ഞു, അതെന്തിനാന്ന് ശ്രീരഞ്ജിനി ചോദിക്കുകയാണ്.
അങ്ങനെ നീ ചെയ്തിട്ടില്ല എന്ന് പറയാൻ സാധിക്കില്ല, ഞങ്ങളുടെ പക്കൽ തെളിവുണ്ട്, CCTV ഫുട്ടേജൊക്കെ നീ കണ്ടതാണല്ലോ എന്ന് ശ്രീരഞ്ജിനി ചോദിക്കുകയാണ്. അന്നേരം അങ്ങനെ ചെയ്തില്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, പ്രീതിയുടെ ആരോഗ്യസ്ഥിതി കൂടി കണക്കിലെടുത്താണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഭർത്താവ് വീണപ്പോൾ ഏറ്റവും മുമ്പേ ഞാനാണല്ലോ വിവരം അറിയിക്കേണ്ടത്, പക്ഷെ അവളുടെ ആരോഗ്യസ്ഥിതി ഞാൻ കണക്കിലെടുത്തു എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലായില്ല എന്ന് ശ്രീരഞ്ജിനി പറയുന്നുണ്ട്. അന്നേരം സുസ്മിത ഒന്ന് ആലോചിച്ചിട്ട് പറയുകയാണ്, പ്രീതിയുടെ പ്രസവം കഴിഞ്ഞിട്ട് അധിക കാലമായില്ലല്ലോ, അപ്പോൾ അത്രയും ദുർഘടമായ സ്ഥലത്ത് കൂടി ഓടുമ്പോൾ അവളെ ആരോഗ്യസ്ഥിതി നോക്കണ്ടേ എന്ന് പറയുകയാണ്. അതിനെ പ്രീതി നിൽക്ക്, ഞാനൊന്ന് പറയട്ടെ എന്ന് നീ പറഞ്ഞുകൊണ്ടാണല്ലോ പുറകെ ഓടിയത്, അതെന്താണെന്ന് ശ്രീരഞ്ജിനി ചോദിക്കുക. അന്നേരം അത് തന്നെയാണ് ഞാൻ പറയാൻ വന്നത്, പതുക്കെ ഓട്, അതാണെന്ന് പറയുമ്പോൾ ശ്രീരഞ്ജിനിക്ക് ഒരു തെളിവും അവിടെ കിട്ടുന്നില്ല. തുടർന്ന് ആ സ്ക്രീനിലേക്കും അത് സെർച്ച് ചെയ്യുന്ന ആളിനെയും നോക്കുമ്പോൾ ഒന്നും കിട്ടിയില്ല എന്ന് അയാൾ ഇങ്ങനെ തലയാട്ടുകയാണ്. അന്നേരം വിജയഭാവത്തിൽ സുസ്മിത ഇങ്ങനെ സന്തോഷത്തോടു കൂടി ചിറ്റപ്പനെ നോക്കുകയാണ്. തുടർന്ന് സുസ്മിത പറയുകയാണ്, മറ്റൊരു കാര്യം കൂടി ഉണ്ട് മാഡം, പ്രീതിയുടെ കുഞ്ഞിന് ജാതകദോഷം ഉണ്ടായിരുന്നു, അപ്പോൾ ആ കുഞ്ഞിൻ്റെ ദോഷത്തിൽ അമ്മയ്ക്ക് എന്തോ അപകടം സംഭവിക്കുമെന്ന് സിദ്ധം പറഞ്ഞിരുന്നു, അതും കൂടി കണക്കിലെടുത്താണ് പ്രീതിയോട് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്നൊക്കെ സുസ്മിത അങ്ങ് കൂളായിട്ട് പറഞ്ഞൊപ്പിക്കുമ്പോൾ അവിടെ ശ്രീരഞ്ജിനിയൊക്കെ ആകെ പെട്ട് നിൽക്കുകയാണ്. സുസ്മിതയുടെ പക്ഷത്തു നിന്ന് ഒരു തെളിവും അന്നേരം വരെയും അവിടെ കിട്ടുന്നില്ല. അപ്പോൾ സുസ്മിത എന്താ നേരത്തെ പറയാതിരുന്നതെന്ന് ചോദിക്കുമ്പോൾ അന്നേരം എനിക്കത് ഓർമ്മ വന്നില്ല, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും മോശമായ ദിവസമായിരുന്നു അന്ന്, അന്നത്തെ ഓരോ സംഭവം ഇപ്പോഴും എൻ്റെ മനസ്സിലൂടെ ഓടി മറയുന്നു എന്നൊക്കെ വിഷമം ഭാവിച്ച് സുസ്മിത പറയുകയാണ്. തുടർന്ന് തലങ്ങും വിലങ്ങും ഓരോ ചോദ്യങ്ങളൊക്കെ ശ്രീരഞ്ജിനി ചോദിക്കുകയാണ്. പക്ഷേ സുസ്മിത ഒന്നും വിട്ടുകൊടുക്കുന്നില്ല. സുസ്മിത എന്തിനാ പ്രീതിയെ കൊല്ലാൻ പിന്നീട് ശ്രമിച്ചതെന്ന് ചോദിക്കുമ്പോൾ അയ്യോ അതിന് ഞാൻ പ്രീതിയെ കൊല്ലാനായിട്ട് ശ്രമിച്ചില്ലല്ലോ എന്ന് പറഞ്ഞങ്ങ് കൈയൊഴിയുകയാണ് സുസ്മിത. തുടർന്ന് ഞങ്ങളുടെ കയ്യിൽ അതിനുള്ള തെളിവുണ്ടെങ്കിലോ എന്ന് ശ്രീരഞ്ജിനി ചോദിക്കുമ്പോൾ എങ്കിൽ തെളിയിക്ക് എന്ന് സുസ്മിത എങ്ങനെ കൈമലർത്തി പറയുകയാണ്. തുടർന്ന് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും അവിടെ ഒരു പഴുതും ശ്രീരഞ്ജിനിക്ക് കിട്ടുന്നില്ല. തുടർന്ന് ഓരോ ഉത്തരം പറയുമ്പോൾ സുസ്മിത ഇങ്ങനെ ചന്ദ്രബോസിനെ നോക്കുന്നുണ്ട്. ചന്ദ്രബോസ് സുസ്മിതയും തമ്മിൽ ഇങ്ങനെ മനസ്സിൽ ഊറിച്ചിരിക്കുകയാണ്. അന്നേരം ഇനി എന്താ ചോദിക്കാനുള്ളതെന്ന് സുസ്മിത ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം സുസ്മിത എങ്ങ് വിജയിച്ച അഹങ്കാരത്തോടി എന്തെങ്കിലും ചോദിക്കും മാഡം എന്നിങ്ങനെ കളിയാക്കി പറയുമ്പോൾ മൈ ഫുഡ് എന്നിങ്ങനെ പറഞ്ഞിട്ട് ആ മേശയിലേക്ക് ഇങ്ങനെ ശ്രീരഞ്ജിനി ആഞ്ഞിടിക്കും. എന്നിട്ട് ചന്ദ്രബോസ് ഇവളെ വിളിച്ചുകൊണ്ട് പോകുന്ന ദേഷ്യത്തോടെ ചന്ദ്രബോസിനോട് പറയുന്നുണ്ട്. തുടർന്ന് ആ ഉപകരണങ്ങളൊക്കെ അഴിച്ചു മാറ്റിയ ശേഷം എഴുന്നേറ്റ് പോകുന്ന വീണ്ടും ശ്രീരഞ്ജിനി പറയുമ്പോൾ ഇങ്ങനെ വിജയത്തോടു കൂടി സുസ്മിത ശ്രീരഞ്ജിനി ഒന്ന് നോക്കിയ ശേഷം ചന്ദ്രബോസിനൊപ്പം പുറത്തേക്ക് ഇറങ്ങിയാണ്. തുടർന്ന് ആ സ്ക്രീൻ ഇങ്ങനെ പരിശോധിക്കുന്ന ഡോക്ടറോട് എന്താ ഡോക്ടറുടെ അഭിപ്രായം എന്നിങ്ങനെ ശ്രീരഞ്ജിനി ചോദിക്കുമ്പോൾ വർഷങ്ങളായിട്ട് പല ക്രിമിനൽസിൻ്റെയും പല ഭാവങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ കറ കളഞ്ഞ ഒരു ക്രിമിനലാണ് ഇവള്, പക്ഷേ മെഡിക്കലി ഇവള് ഇന്നസെൻ്റ് ആണ്, നുണ പരിശോധന പരാജയപ്പെട്ടു എന്ന് ഡോക്ടർ പറയുകയാണ്. അന്നേരം ശ്രീരഞ്ജിനി സമ്മതിക്കുന്നുണ്ട്, എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്, അവൾ പറയുന്ന ഓരോ വാക്കും കള്ളമാണ്, പക്ഷെ നമുക്കത് തെളിയിക്കാനായിട്ട് സാധിക്കില്ല, അവളുടെ മനസ്സിനും ഈ മെഡിക്കൽ സയൻസിനും ഇടയ്ക്ക് എന്തോ ഒരു മറ, അതെന്താണെന്ന് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞ് ശ്രീരഞ്ജിനിയൊക്കെയാണ്. തുടർന്ന് പുറത്തേക്ക് ഇറങ്ങിയ വാതിൽക്കൽ തന്നെ നിന്ന് ചന്ദ്രബോസും സുസ്മിതയും സംസാരിക്കുന്നുണ്ട്. എന്തായാലും ചിറ്റപ്പൻ്റെ ടാബ്ലറ്റ് കൊള്ളാം, നല്ല പണിയാണ് തന്നത്, എവിടെ നിന്ന് കിട്ടിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം പതുക്കെ പറയടി, ആരെങ്കിലും കേൾക്കുമെന്നൊക്കെ ചന്ദ്രബോസ് പറയുകയാണ്. അന്നേരം ആര് കേട്ടാൽ എനിക്കെന്താ, എനിക്ക് വലിയ പേടിയൊന്നുമില്ല എന്ന് സുസ്മിത പറയുന്നുണ്ട്. അന്നേരം നീ ശ്രീരഞ്ജിനി അങ്ങനെ അങ്ങോട്ട് കയറി പ്രകോപിപ്പിച്ചപ്പോൾ ഞാൻ ഒരു നിമിഷം പേടിച്ചു എന്ന് ചന്ദ്രബോസ് പറയുന്നുണ്ട്. പിന്നെ ഇങ്ങനെ അസിസ്റ്റന്റ് കമ്മീഷണറൊക്കെ വല്ലപ്പോഴും അല്ലേ ഇങ്ങനെ കയ്യിൽ കിട്ടുക, പിന്നെ ആ ഗുളിക അങ്ങോട്ട് കഴിച്ചപ്പോൾ തലയ്ക്ക് എന്തോ ഒരു പെരുപ്പായിരുന്നു, 2 സ്മാൾ അടിച്ച പ്രതീതിയാണ് തോന്നുന്നത്. പിന്നെ ഒരു സിനിമ കാണുന്ന ഹരത്തിൽ ഞാനങ്ങ് കയറിയിരുന്നു, പിന്നെ ഞാനങ്ങ് തകർത്തു എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയാണ്. തുടർന്ന് എവിടെ നിന്ന് കിട്ടിയും ചോദിക്കുമ്പോൾ ഈ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് അങ്ങനെ കിട്ടിയതാണെന്ന് ചന്ദ്രബോസ് പറയുന്നുണ്ട്. ഈ സമയത്ത് ഫോണും ചെയ്തുകൊണ്ട് ശ്രീരഞ്ജിനി അർജുൻ ഞാൻ എന്താ താഴേക്ക് ഇറങ്ങുന്നു എന്ന് പറഞ്ഞ് ഫോണിൽ പറഞ്ഞുകൊണ്ട് മറു സൈഡിലൂടെ പോവുകയാണ്. അന്നേരം അത് പോകുന്ന കണ്ടിട്ട് സുസ്മിത പറയുകയാണ്, എടുത്ത് പിടിച്ചുകൊണ്ടുള്ള വരവായിരുന്നല്ലോ, അതേ പോണ പോക്ക് കണ്ടോ എന്ന് സുസ്മിത പറയുകയാണ്. അന്നേരം ആരാടി ഈ അർജുൻ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അത് പ്രീതിയുടെ ഹസ്ബൻഡാണ്. വിഷ്ണുവേട്ടനെയും ശാലിനിയും ഒക്കെ വീട്ടിൽ നിന്ന് പുറത്താക്കിയതിന് ശേഷം ഇപ്പോൾ അർജുനാണ് തലവേദന എന്ന് സുസ്മിത പറയുന്നുണ്ട്. ഞാനെന്തോ മഹാപരാധം ചെയ്തു എന്നോ അത് കൈയോടെ കണ്ടുപിടിക്കുമെന്നും പറഞ്ഞ് എൻ്റെ പുറകെ മണപ്പിച്ച് നടക്കുകയാണ് അവൻ. പിന്നെ അവനൊന്നും ചെയ്യാൻ പോകുന്നില്ല, ആ പ്രീതിയെ ജീവനോടെ വെച്ചതാണ് എനിക്ക് പറ്റിയ തെറ്റ്. ആ പാറപ്പുറത്തെ കല്ലിൽ 1-2 വട്ടം കൂടി തല ഒന്നുകൂടി ശക്തിയായിട്ട് ഇടിച്ചാൽ മതിയായിരുന്നു. ആ പോട്ടെ ഇനി സമയം കിടക്കുകയല്ലേ എന്നൊക്കെ പറഞ്ഞ് സുസ്മിത ഒരു ക്രിമിനൽ ബുദ്ധിയോടുകൂടി ഇങ്ങനെ സംസാരിക്കുമ്പോൾ ചന്ദ്രബോസ് ഇങ്ങനെ സുസ്മിതയെ തന്നെ നോക്കി നിൽക്കുകയാണ്. തുടർന്ന് സുസ്മിത പറയുന്നുണ്ട്, എന്നെ കരണക്കുറ്റിക്ക് അടിച്ച് പുറത്താക്കിയ സത്യഭാമയുടെ മുമ്പിൽ
എനിക്ക് ചെന്ന് നിൽക്കണം, ധൈര്യം നെഞ്ചും വിരിച്ച് ചെന്ന് നിൽക്കണം, എന്നെ ആരതി ഒഴിഞ്ഞ് അവർ അകത്തേക്ക് കയറ്റും, എന്നിട്ട് ഓരോരോ കണക്കുകളും എനിക്ക് തീർക്കണം എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രബോസ് അങ്ങ് സുസ്മിതയെ തന്നെ നോക്കി നിൽക്കുകയാണ്. അന്നേരം സുസ്മിതയ്ക്ക് അങ്ങ് ചുമയ്ക്കുന്നുണ്ട്, അങ്ങനെ തൊണ്ടയൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് തൊണ്ട ഉണങ്ങുന്നു, വല്ലാതെ ദാഹിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ടാബ്ലറ്റിൻ്റെയാണ്, ആ റൂമിൽ പോയി വെള്ളം കുടിക്കുമെന്ന് പറഞ്ഞ് സുസ്മിതയെ ചന്ദ്രബോസ് പറഞ്ഞു വിടുകയാണ്. തുടർന്ന് ചന്ദ്രബോസ് അങ്ങ് ഒറ്റയ്ക്ക് എന്ന് പറയുകയാണ്, ഇതുകൊണ്ടൊന്നും തീർന്നില്ല ശ്രീരഞ്ജിനി, ചന്ദ്രബോസിന്റെ കുടുംബത്തിൽ കയറി ചൊറിഞ്ഞതിന് നിന്നെ ഞാൻ വനിതാ കമ്മീഷന്റെ അങ്ങേയറ്റം വരെ കൊണ്ടുപോകും, മാനനഷ്ടത്തിന് സുസ്മിതയെ കൊണ്ട് ഞാൻ കേസ് കൊടുപ്പിക്കും, നിന്നെ കൊണ്ട് എണ്ണി കണക്ക് പറയിക്കും, സുസ്മിതയുടെ ചിറ്റപ്പൻ തന്നെയാണ് ഈ ചന്ദ്രബോസ് എന്നൊക്കെ പറഞ്ഞ ദേഷ്യത്തോടെ ഇങ്ങനെ കണ്ണൊക്കെ ചുവപ്പിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവിടെ തന്നെ നിൽക്കുകയാണ്. അത്രേ എപ്പിസോഡുള്ളൂ. പക്ഷേ ഈ വെള്ളം കുടിക്കാനായിട്ട് പോകുന്ന സുസ്മിത അടുത്ത എപ്പിസോഡിൽ അവിടെ മയങ്ങി വീഴും. അങ്ങനെ എന്തോ ആണ് റീമേക്ക്. പിന്നീട് വിഷ്ണു ശാലിനിയും ഒക്കെ അവിടെ എത്തുകയോ എന്തോ സംഭവിക്കും. അതേ ശ്രീരഞ്ജിനിയോ ആരോ കണ്ടുപിടിക്കും, ഗുളികയുടെ സ്ട്രിപ്പ് കവർ അവിടെ കിടപ്പുണ്ടല്ലോ, അത് കണ്ടുപിടിക്കും, അത് കഴിച്ചിട്ടാണ് വന്നതെന്നൊക്കെ തെളിയിക്കും. അങ്ങനെ വീണ്ടും നുണപരിശോധനയിൽ പെടുക തന്നെ ചെയ്യും സുസ്മിത. ഇവിടെ തൽക്കാലം ഒന്ന് രക്ഷപ്പെട്ടതാണ്, പക്ഷേ സുസ്മിതയ്ക്ക് കീഴടങ്ങേണ്ടി വരും. അങ്ങനെയുള്ള എപ്പിസോഡാണ്. താങ്ക് യു.